ഫുള്ളേ ചുരുട്ടെടുത്ത് അങ്ങോട്ട് പോര്. ഹലോ ഗൈസ്, എല്ലാവർക്കും സി എം ഫിഷിങ്ങിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും പ്രദീപ് മച്ചാനെ കൂടെ രാവിലെ കാസ്റ്റിങ്ങിന് ഇറങ്ങിയൊക്കെ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അത് കാരണം അതെ റെയിൻകോട്ടിൻ്റെ പാൻറ്റൊക്കെ ഇട്ടുണ്ടെങ്കിൽ നമ്മൾ കോട്ടൊന്നും ഊരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല കലക്കവെള്ളമാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ വരാൽ ചേർമീൻ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മഴ കഴിഞ്ഞിട്ട് ചെറുതായിട്ട് വെയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മീൻ പുല്ലിനകത്തൊക്കെ കയറി നിൽക്കണം. കലക്കവെള്ളമാണ്. മീൻ താഴത്തുനിന്ന് മേളിലോട്ട് കലക്കവെള്ളം വന്നു കഴിഞ്ഞപ്പോൾ നല്ല വെള്ളം നോക്കി മീൻ കയറി വരുന്നുണ്ട്. മറിഞ്ഞ് മേളിലോട്ട് കയറി വന്നിട്ടിരിക്കണം കേട്ടോ മീൻ. എന്നാലും നമുക്ക് കാസ്റ്റ് ചെയ്ത് മേളിലോട്ട് തന്നെ പോകാം. നമുക്ക് താഴോട്ടും കുറച്ച് ഇറങ്ങി നോക്കാം കേട്ടോ. ഇതിന് എങ്ങനെയാണ് ഇതിൻ്റെ ആക്ഷനും അതേപോലെ തന്നെ ഇതിൻ്റെ കാസ്റ്റിംഗ് ലോങ്ങൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആഹാ മച്ചാൻ പറയാതെ നമ്മളിന്നൊരു പുതിയ ഫ്ലോഗ് കേട്ടായിരുന്നു ഫിഷിങ്ങിന് വന്നത്. പക്ഷേ നമ്മൾ ഫിഷിങ്ങിന് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും കാണിക്കാൻ വേറൊന്നുമല്ല. നമ്മൾ ഫിഷിങ്ങിന് വന്നിട്ട് നമ്മൾ കുറേ നേരം കാസ്റ്റ് ചെയ്ത് കലക്കവെള്ളം ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ മീൻ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചൂണ്ടയിൽ ഒരു മീൻ പോലും സ്ട്രൈക്ക് ചെയ്തില്ല. അത് കാരണം ഞാനും പ്രദീപ് മച്ചനും കൂടെ കുറേ അധികം നേരം ഏകദേശം 1.5 മണിക്കൂറോളം ഞങ്ങൾ മാറി നടന്ന് കാസ്റ്റ് ചെയ്ത് കേട്ടോ. കുറച്ച് പൊക്കത്ത് ഭാഗത്തേക്കും പോയി, അതേപോലെ തന്നെ താഴെ ഭാഗത്തേക്കും കുറച്ച് പോയി. എല്ലാ സ്ഥലങ്ങളിലും നല്ല കലക്കവെള്ളമാണ്. അതേപോലെ തന്നെ ഈ സൈഡിൽ കാണുന്ന ആമ്പൽച്ചെടികൾക്കകത്തും പുല്ലിനകത്തുമാണ് കൂടുതൽ വരാലും ചേർമീനും സ്ട്രൈക്ക് ചെയ്യുന്നത്. പക്ഷേ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് കാസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മീൻ അവിടെ നിന്ന് അടിക്കുന്നില്ല. കാരണം അവന്മാർ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവന്മാർ ഇര അടിച്ച് അവന്മാർക്ക് കിട്ടുന്നത് കൊണ്ടായിരിക്കും വീണ്ടും നമ്മൾ എറിയുന്ന ഫ്ലോഗിന് ഇവന്മാർ അടിക്കാതെ. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് താഴെ ഭാഗത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് ആദ്യം മേള് വശം വരെ പോയി വെള്ളം തെളിവിലേക്ക് മാറി മീൻ കയറിപ്പോയിട്ടുണ്ടാകുന്നവർക്ക് മേളിലേക്ക് ചെന്നതിന് ശേഷം അവിടെ ഞങ്ങൾ കാസ്റ്റിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ താഴോട്ട് ഇറങ്ങിപ്പോകുന്നു. താഴത്തെ വശത്ത് കുറച്ച് ആമ്പൽ ചെടികൾ, നല്ല പുല്ലുകളൊക്കെ നിൽക്കുന്ന, നല്ല പച്ചപ്പുള്ള പുല്ലുകളൊക്കെ നിൽക്കുന്ന ഏരിയ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഹ നീരെടുക്കാൻ പോകുന്നുണ്ട്. കുറേ നേരമായിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ വാഹ ഒന്ന് ഇടയ്ക്ക് പോകുന്നുണ്ട്. പിന്നീട് കുറച്ചുകൂടെ ഉള്ളിലോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കൂട്ടത്തോടെ വാഹ പൊങ്ങുന്ന സ്ഥലം കണ്ടത്. ആദ്യം കുറച്ച് നേരം കാസ്റ്റ് ചെയ്തെങ്കിലും കാസ്റ്റിംഗ് ചെയ്തതിൽ തിരിഞ്ഞേ നോക്കിയില്ല. പിന്നെ രണ്ടും കളിപ്പിച്ച് നമ്മൾ സ്ലിംഗ് ഷോട്ട് എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കട്ടായി കളഞ്ഞതാ ഗൈസ് ഷൂട്ടായിരുന്നു ഇത്ര നേരം. ഇപ്പോഴേ മീൻ അടിച്ചത് കിടപ്പുണ്ട് കേട്ടാ. അവൻ അടിയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടാ. ദൈവമേ, മിസ്സാകാണ്ട് കയറിപ്പോഞ്ഞ ഒരു നല്ല മീൻ. ഇത് ഡ്രാഗ് എടുത്തിട്ട് പോകുന്നുണ്ട് കണ്ടാ. വീഡിയോ ഇതായിരുന്നു. അയ്യോടാ ഊരിപ്പോയി വലിയ പോയി പൊങ്ങി കണ്ടാ. അവിടെ അല്ലേ കൊണ്ടാ ഉണ്ട് കൊണ്ട് കേസ് ദേ വാ. അയ്യോടാ ഊരിപ്പോയി വലിയ ഞൊരിവഞ്ഞാണ്ട വാ. അയ്യോടാ ഊരിപ്പോയി വലിയ ഞൊരിവഞ്ഞാണ്ട സാധനം ഓടിയ കാടിനകത്തായിട്ട് കയറിയണ കണ്ട. ഗേസ് മിസ്സിങ്. ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടായിരുന്ന അടി ഉണ്ടല്ല. ഒന്നെങ്കിൽ ഒരെണ്ണം ഹെഡ് ഷൂട്ടാൻ പറ്റണമെന്ന് തോന്നുന്നു അടി കൊണ്ടത്. പാളനുണ്ട്, സാധനമുണ്ട്, ചെറുതാണെന്ന് തോന്നുന്നു. അടി കൊണ്ടവനുണ്ട്. ഞാൻ പറഞ്ഞു അടിയിലൊക്കെ ഒരുത്തന്നെ വന്നാൽ കണ്ടതാണ്. കണ്ട ഹെഡ് ഷൂട്ട് അടിയായിരുന്നു, അല്ല ക്ലിയർ ഷൂട്ട് അടിയായിരുന്നു. സഞ്ചി പച്ച തൊട്ടിട്ടുണ്ട്. കാസ്റ്റിങ് കഴിഞ്ഞ് കാസ്റ്റിങ്ങിലൊന്നും അടിച്ചില്ല. അതിന് സ്ലിംഗ് ഷൂട്ട് എടുത്ത് വാഹനടിച്ച് വാഹനം മിസ്സായി. എന്നാലും പിന്നെ നമുക്ക് കിട്ടിയത് ഇത് ഹെഡ് ഷൂട്ട് അടിച്ചിട്ട് റിട്ടേൺ ഊരണ കേട്ടോ. കാരണം ഇത് ത്രെഡ് അടിയുന്നില്ല ഇപ്പം. അങ്ങനെ ഒരു പുല്ലം കിട്ടി. ആദ്യമായിട്ടൊരു മീൻ കിട്ടിയെന്ന്. അതുണ്ട്. പോവാ
നൂലേ കിടന്നവന് ആരോസിലേക്ക് കയറി വന്ന് പെട്ടെന്ന് അതെ അതെ ദിയാ പോയി എവിടെ പോകാൻ വീട്ടില്ല നിന്നെ വീട്ടില്ല മോനെ കിട്ടിപ്പോയടാ ഇപ്പോൾ പോയാൽ ഞങ്ങളുടെ സ്ഥലവും കൂടി ഇല്ലാത്ത നമുക്ക് ഇതേ കണ്ട അടിപൊളി സാധനം ഇതേ നെയ്യും പാലും ഒക്കെ വന്നിട്ടുണ്ട് പാൽക്കറ്റലേന്ന് തോന്നുന്നു. അങ്ങനെ ഒരെണ്ണം കൂടെ കയറി നമുക്ക് മേളിൽ തന്നെ ഇരിപ്പുണ്ട് താഴത്തോട്ട് പോയിട്ടില്ല ഭാഗ്യം കുത്തിച്ചാരി വെച്ചാൽ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇനി പൊങ്ങിയില്ല വല്ലയിടത്തും പോയി ഇടക്കാണ്ട് മര്യാദക്കാണോ നോക്കിയത് പൊന്നം കട്ടെ ഇങ്ങോട്ടേക്ക് അങ്ങോട്ട് പോയി ഇടയ്ക്കാൻ കുഴപ്പമില്ല ഇങ്ങനെ മുടക്കാതെ പോകാനൊന്നും തുളച്ചാണ്ട് തലയാൻ തുളച്ച് പോയിക്കോണം. ഒരു മുട്ട സാധനം വന്ന് ഇങ്ങോട്ട് പൊങ്ങടേ. ആ അടിപൊളി ഗൈസ് അടുത്തത് കയറിയിട്ടുണ്ട് കേട്ടാ. അത് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാനം കിട്ടും. പുല്ലിനകത്തോട്ട് കയറിയിട്ടുണ്ട്. ആഹാ എടാ ഇവീന്ന് പോകലടാ നീ കയറി കരയൊക്കെ കയറിച്ചാൽ മതി. നീ കരയൊക്കെ കയറിച്ചാൽ മതി. നമ്മുടെ ലോക്കൽ ഡാട്ടം പുല്ലിൻ്റെ അകത്തേക്കാണ് കേട്ടോ പോയേക്കണം. ഡാട്ടം പൊലിച്ചിട്ടുണ്ട്. പിടിക്കണുണ്ട് നല്ല പിടുത്തം പിടിക്കണുണ്ട്. പുല്ലിൻ്റെ പറ്റൊക്കെ വന്നിട്ടുണ്ട്. അകത്തേക്ക് കയറിയിട്ടുള്ള പുല്ലിൻ്റെ ഞാൻ മിക്കവാറും ഇറങ്ങേണ്ടി വരുമെന്ന് അറിയാൻ പാടില്ല ഇവനായിട്ട്. ഈ പുല്ലിനകത്തോട്ട് ഇത്രയും കയറിയാ ഓടിയത്. ദേ എന്നിട്ട് വാഹ അവിടെ പൊങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. വേറെ പുറത്തോട്ട് ഓടി ഇറങ്ങാൻ ചാൻസ് വരുന്നുണ്ട്. പുല്ലിൻ്റെ പക്കത്തോട്ട് കയറിയിട്ടില്ല, പുല്ലിൻ്റെ അകത്ത് കിടക്കാം കേട്ടോ. എടാ കുടുങ്ങിപ്പോയല്ലോടാ. അപ്പുറത്തെ കരയെ പോകേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. മീൻ കിടപ്പുണ്ട്. എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തമില്ല. അപ്പുറത്ത് ചെന്നിട്ട് വലിച്ചു കഴിഞ്ഞാൽ നേരെ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. മീൻ കിടപ്പുണ്ട്. ഞാൻ അപ്പുറത്തോടെ വരട്ടെ എന്നാ. അപ്പുറത്തോടെ വരട്ടെ. അപ്പുറത്തോടെ എങ്ങനെയെങ്കിലൊക്കെ വരാം. കാടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിലൂടെ കയറി വന്നു കഴിഞ്ഞാൽ സാധനം കരയൊക്കെ കയറ്റാം. എന്തായാലും ഒരു മീൻ ഗൈസ് മീനടിച്ച് അവിടെ കുടുങ്ങിയിട്ടുണ്ട്. നമുക്ക് അപ്പുറത്ത് ചെല്ലാണ്ട് മീൻ എടുക്കാനൊരു നിവർത്തിയില്ല. കാരണം നമുക്ക് അപ്പുറത്തോട്ട് ചൂണ്ട വെച്ച് കാസ്റ്റ് ചെയ്തിട്ടിട്ട് ഈ ബ്രൈഡ് ലൈൻ നേരെ അപ്പുറത്തെ കരയിലേക്ക് എടുത്തിട്ട് വേണം നമുക്ക് മീൻ അങ്ങോട്ട് വലിച്ചു നോക്കാം. എന്തായാലും ഇങ്ങോട്ട് കയറാൻ ചാൻസ് ഇല്ല കേട്ടോ. ഇച്ചിരി റിസ്ക് ആണ്. ഇച്ചിരി കറങ്ങി വന്നാൽ കുറച്ച് ടൈം എടുക്കും. എന്തായാലും ഞാൻ ഓടി വരാൻ പോയിട്ട് ഗൈസ്. അപ്പോൾ അത് ശരിക്കും പ്രാവശ്യം പെട്ടുപോയെന്ന് തന്നെ പറയാം. കാരണം നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെ പാലമൊക്കെ കയറി ഞാൻ അതിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ചെറിയൊരു തോടുണ്ട് ഉള്ളിലോട്ട്. അപ്പോൾ തോട് കാരണം ഞാൻ ചൂണ്ടയുടെ നമ്മുടെ സ്ലിം ഷോട്ട് അടിച്ചിട്ടിരിക്കുന്ന മീനിൻ്റെ നേരെ എത്താൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടായി. ശരിക്കും പറഞ്ഞാൽ പുല്ല് നല്ലോണം മൂടി കിടന്നു വെച്ചത് കൊണ്ട് മാത്രം ആ പുല്ലിൻ്റെ മേളിൽ കൂടെ ഞാൻ അനക്കമില്ലാണ്ട് ചവിട്ടി നമ്മൾ നമ്മുടെ സ്റ്റിക്ക് ആയിട്ട് ഞാൻ നേരെ വന്നിരിക്കുന്നത് നമ്മുടെ സ്ലിം ഷോട്ട് അടിച്ച് മീൻ ഉടക്കി കിടക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ ആദ്യം ഞാൻ അവിടെ ഫ്രോഗ് എറിഞ്ഞ് കയ്യിലേക്ക് കൊടുക്കുന്നത്. ആ ഫ്രോഗ് എറിഞ്ഞ് കൊടുത്തത് പ്രതിമച്ചാൻ നേരെ ഫ്രോഗിന് നേരെ തൂക്കിയത് പൊളിച്ചിട്ട് തന്നിട്ട് ഞാൻ അവിടെ നിന്ന് ആദ്യം വലിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ചൂണ്ടയുടെ ടങ്കീസാണ് പൊട്ടിപ്പോകുന്നത്. സ്ലിം ഷോട്ടിൻ്റെ റീല് പ്രതിമച്ചൻ്റെ കയ്യിലായിരിക്കുന്നത്. അത് ആ റീലിൽ നിന്ന് ഞാൻ അഴിച്ച ബ്രൈഡ് അറ്റത്തെ കയ്യിലെത്തണേക്ക് മുമ്പ് സ്റ്റിക്കിൽ നിന്ന് നമ്മൾ ഫ്രോഗ് കണക്ട് ചെയ്താക്കുന്ന ഭാഗത്തുനിന്ന് പൊട്ടിപ്പോകുന്നൊരു സീനാണ് കാണുന്നത്. പൊട്ടിപ്പോയതിന് ശേഷം ഞാൻ നൂലെടുത്തിട്ട് വീണ്ടും എനിക്ക് എറിഞ്ഞ് വന്നിട്ട് ഞാൻ ആ നൂലെ പിടിച്ച് വീണ്ടും വലിച്ചെടുക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയെന്നാണ്. അത് ഡാർട്ടിൻ്റെ ആ എൻഡിൽ വന്ന് കുടുങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ അതെ ശരിക്കും പറഞ്ഞാൽ ആ മീനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല കിറ്റിൻ്റെ ഒരു മഴ അങ്ങോട്ട് തുടങ്ങിയിട്ട് റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പ്രതിമച്ചാൻ ഇപ്പുറത്തെ കരയിൽ നിന്നിട്ടാണ് ഫുള്ള് വീഡിയോ എടുക്കുന്നത്. ആദ്യത്തെ ക്യാമറ നമ്മൾ അഴിച്ചു വെച്ചാണ്. കാരണം ഇത്ര മഴയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പ്രതിമച്ചാൻ ഇപ്പുറത്തെ കരയിൽ നിന്ന് മഴ കൊള്ളാത്തതിൽ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് എല്ലാ വീഡിയോ. അതേപോലെ ഈ മീനിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി കഴിഞ്ഞാൽ അവിടെ നിന്ന് കാണിക്കുന്നത്. കാരണം റീലിനകത്ത് നിന്ന് ഫുള്ളായത് കെട്ടഴിച്ചെടുത്തിട്ടാണ് നമുക്ക് ഫ്രോഗിനകത്ത് കെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫുള്ള് നൂല് റീലിനകത്ത് നിന്ന് പുറത്താണ് നമ്മളെടുത്തിട്ട് ഫിഷ് എടുക്കുന്നത്. അത് കാരണം നൂല് വലിച്ച് മൊത്തം താഴെ ഇടുവാണ്. ഒരു സ്ലിം ഷോട്ട് റീലിനകത്ത് ഏകദേശം ഒരു 50 മീറ്ററിന് ഏറ്റവും കുറഞ്ഞതുള്ളൂ. 45-50 മീറ്റർ അത്തരം ബ്രൈഡാണ് ഞാൻ വലിച്ച് താഴെ ഇട്ടിരിക്കുന്നത്. അത് ഇനി ഫിഷിങ് കഴിഞ്ഞിട്ട് വേണം നമുക്കത് ഫിഷ് എടുക്കാം. അതുപോലെ കുടുങ്ങിയത് വലിച്ചിലേക്ക് കയറുന്നത്.
ശരിക്കും പറഞ്ഞാൽ മഴയത്ത് അത്ര റിസ്കി കൂട്ടിൽ നമുക്ക് ശരിക്കും മീനെ കാണിക്കാനും പറ്റാനുള്ളത്. അവിടെ മീനെ പൊക്കി കാണിക്കുന്ന സൂമിങ് വർഷമല്ലേ കാണാൻ കണ്ടു. അത്രയും നല്ല മഴ നിൽക്കുന്ന സമയത്താണ് നമ്മൾ മീനടിക്കുന്നത്. അത് കഴിഞ്ഞ് മീനൊക്കെ ഞാൻ കുറ്റി കരയിൽ കറക്റ്റായിട്ട് കുറ്റി എടുത്തിട്ട് ആ പുല്ലിനകത്തോട് ഞാൻ പാലത്തിൽ വരുമ്പോൾ പ്രദീമത്തന്നെ ഈ സൈഡ് ഇപ്പുറത്തെ സൈഡിൽ കൂടെ തന്നെ നടന്ന് പാലത്തിൻ്റെ മേലെ വന്ന് നിൽക്കുന്നത്. ഞാൻ അപ്പുറത്തെ സൈഡിൽ കൂടെ കാടിനകത്ത് കൂടെ കയറി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അവിടെ നിന്ന് കയറി വരുമ്പോഴുള്ള കാഴ്ചകൾ നേരിൽ നമ്മൾ കാണാം. എൻ്റെ മോനെ ഇത്ര നാൾക്കിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അഡ്വഞ്ചർ ഫിഷിങ്. കാട്ടിൽ വൈൽഡ് കാട് കയറി മൊത്തം തോട് 2-3 ചാടിയാണ് പോയത്. ഞാൻ വേലക്കൂടി പുല്ല് പിടിച്ചിടന്ന പുല്ല് താഴെയില്ല തോടൊക്കെ. ഹലോ ഓക്കെ ലോക്ക് ഞാൻ ഇപ്പൊ ഇപ്പുറത്തെ കയറ്റി വിടർത്തിയതാണ്. ഉള്ളിലായിരുന്നു ലോക്ക് വിടർന്ന് കിടന്നേ ചേട്ടാ. കണ്ടതേ ഈ ഒരു മീനായിരുന്നു. പെടാപ്പാടുകളൊക്കെ പിന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ കിതച്ചിരിക്കണ്. ബാക്കി കഥകൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാട്ടെ. കേസ് കിതച്ചു പോയി. കാരണം ഇവനപ്പുറത്ത് കുടുങ്ങിപ്പോയത് കാരണം നമ്മൾ അപ്പുറം ചെന്നിട്ട് ഫ്രോഗ് കാസ്റ്റിങ് ചെയ്ത് നൂല് നമുക്ക് ലൈൻ എടുത്തിട്ട് നമ്മുടെ റീലിൽ നിന്ന് ലൈൻ അഴിച്ച് സ്ലിംഗ് ഷോട്ടിൻ്റെ റീലിൽ നിന്ന് ലൈൻ അഴിച്ചിട്ട് നമ്മുടെ ഫ്രോഗ് അഴിച്ചു മാറ്റി അതിൽ കെട്ടി അപ്പുറത്ത് എടുത്തതിന് ശേഷമാണ് എടുത്തത്. പക്ഷേ ഫ്രോഗും പൊട്ടിപ്പോയി. ഫ്രോഗിൻ്റെ ഹുക്കൊക്കെ അതിനകത്ത് വിട്ടിരുന്ന് വെച്ച് സോള് വേറെ ആയിട്ട് വിട്ടുപോയിട്ട് അതൊക്കെ എല്ലാം എടുത്തിട്ടാണ് കേട്ടോ കരയൊക്കെ കയറിയേക്കണം. ഹുക്ക് ഞാനിവിടെ കൊളുത്തിട്ടാണ് പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യം പോയി 2 എണ്ണം പോയി കേട്ടോ. അത് നമ്മുടെ നോർമൽ ഡാട്ടിൽ അടിച്ചത്. അത് കഴിഞ്ഞത് 3ാമത്തെ അവനെ നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. സമയമില്ല ഇനി, കാരണം കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകുന്ന ടൈമായിട്ടുണ്ട്. അത് കാരണം നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എത്തണം. സമയം പോയ സമയത്താണ് നമ്മൾ ഒരു മീനടിച്ച് കിട്ടിയത്. ആരോസിൻ്റെ ബാലൻസ് താഴത്തേക്ക് നൂല് കാണിച്ചിട്ടാണ് നമ്മൾ. ഈ ഒരു വടിയിൽ കെട്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് കാസ്റ്റ് ചെയ്ത് ബൈക്കാസ്റ്റിൽ എറിഞ്ഞു കൊടുത്തത്. അവിടെ നിന്ന് നമ്മുടെ റീലിൽ നിന്ന് നൂല് മുഴുവനും പൊട്ടിച്ചതിന് ശേഷം ആ നൂലാണ് മൊത്തം അഴിച്ചു തന്നത്. ആ നൂല് മൊത്തം ഇതിൽ ചുറ്റി വെച്ചേക്കണം. വീട്ടിൽ ചെന്നിട്ട് റിട്ടേൺ അഴിച്ച് അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ ചുറ്റാനുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ട ഇവിടെ ബൈക്കാസ്റ്റും കൂടി ഉണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇറങ്ങേണ്ടി വന്നായിരുന്നു. കാരണം ചതുപ്പാണ് ശരിക്കും സ്ഥലം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തോട്ടെ ഗൈസ്. അടിപൊളിയൊരു വീഡിയോ ആയിരിക്കും. കുറച്ച് നമ്മുടെ ക്യാമറയിലും കുറച്ച് നമ്മുടെ ഫോണിലുമാണ് കേട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത്. കാരണം 2ാമത്തെ ബാറ്ററി നമ്മുടെ ക്യാമറയിൽ ചാർജ് ഡൗൺ ആയത് കാരണം നമ്മളിപ്പോൾ ഫോണിൽ എടുത്തിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാൻ വെച്ചാൽ വരെ CM ഫിഷിംഗ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.